ദേവീ ശരണം അമ്മേ. ലോലംബച്ചാർത്തിനൊക്കും പുരികുഴലഴകിൽ കീകി പിഞ്ചങ്ങളോടും നീലാഭം പൂവലം കമ്പരിജുനട പരിചിനൊടണിയും പീതകൗശേയമോടും ചാലേ ചെന്നിട്ടു ഗോപാംഗനയൊടു കളിവാക്കേവമൂതും മുകുന്ദൻ പാലേലീലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലി സുചില്ലി. കൃഷ്ണാശരണം ഗുരുവായൂരപ്പ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 17-ാമത്തെ അധ്യായമാണ് നാം ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. ഇന്നു മുതൽ നമ്മൾ അടുത്ത അഷ്ടാദശ അധ്യായം 18-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ അധ്യായം അവസാനിക്കുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞു, വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള തർക്കം. വസിഷ്ഠൻ സത്യസന്ധനാണ്, നീതിമാനാണ്, ദാനശീലനാണ്, ധർമ്മജ്ഞനാണ് എന്ന് ഹരിചന്ദ്രനെ പുകഴ്ത്തിയപ്പോൾ അങ്ങനെയല്ല എന്ന് വിശ്വാമിത്രൻ പറഞ്ഞു. വാഗ്വാദമുണ്ടായി, രണ്ടുപേരും തമ്മിൽ തർക്കവും പന്തയവും വെച്ചു എന്ന് പറഞ്ഞാണ് ഇന്നലെ നിർത്തിയത്. അതിനെ തുടർന്നുകൊണ്ട് ഈ 18-ാമത്തെ അധ്യായത്തിൽ വിശ്വാമിത്ര വൈരം, ആ വിശ്വാമിത്രൻ എന്താണ് ചെയ്തത് എന്നുള്ളതിനെയാണ് വ്യാസൻ വർണ്ണിക്കാൻ തുടങ്ങുന്നത്. വ്യാസൗവാച കഥാചിത്തു ഹരിശ്ചന്ദ്രോ മൃഗയാർത്ഥം വനം ജയൗ അപശ്യൽ ദ്രുതതീം ബാലാം സുന്ദരീം ചാരുലോചനാം. ഒരു ദിവസം ഹരിശ്ചന്ദ്ര മഹാരാജാവ് നായാട്ടിനായിട്ട വനത്തിലേക്ക് പോയി. അവിടെ സുന്ദരിയായ ഒരു യുവതി വിലപിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാണാനിടയായി. ദയാലുവായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ അവളോട് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത് എന്ന്? ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? എന്താണ് നിൻ്റെ സങ്കടം? ഈ വനത്തിൽ ഒറ്റയ്ക്ക് എത്തിയിട്ടുള്ള നീ ആരാണ്? നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ ആരാണ്? എൻ്റെ രാജ്യത്ത് രാക്ഷസന്മാർ പോലും പരസ്ത്രീകളെ ഉപദ്രവിക്കുകയില്ല. നിന്നെ പീഡിച്ചവനെ ഇപ്പോൾ തന്നെ ഞാൻ ശിക്ഷിക്കാം. അതുകൊണ്ട് നിൻ്റെ ദുഃഖം എന്താണ് എന്ന് പറയൂ, എന്നിട്ട് സ്വസ്ഥയായിട്ടിരിക്കൂ. എൻ്റെ രാജ്യത്ത് പാപം ചെയ്യുന്നവനായിട്ട് ഒരുവനും ഇല്ല. അഥവാ ആരെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ തക്കതായ ശിക്ഷ ഞാൻ അവന് കൊടുക്കും എന്നെല്ലാം ഹരിശ്ചന്ദ്രൻ ആ സ്ത്രീയോട് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട ആ സ്ത്രീ മുഖത്തെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഹരിശ്ചന്ദ്രനോട് പറയുകയാണ്, രാജാവേ, വിശ്വാമിത്ര മഹർഷിയാണ് എന്നെ അത്യധികം പീഡിപ്പിക്കുന്നത്. അദ്ദേഹം വനത്തിൽ എനിക്ക് വേണ്ടി ഘോരതപസ് അനുഷ്ഠിക്കുന്നുണ്ട്. വ്രതനിഷ്ഠനായിട്ടുള്ള മഹാരാജാവേ, അതുകൊണ്ട് അങ്ങയുടെ നാട്ടിൽ എനിക്ക് ദുഃഖിക്കേണ്ടി വരുന്നത് ആ മുനിയുടെ ഉപദ്രവം ഏറ്റും കൊണ്ടിരിക്കുന്ന കാമിനിയാണ് ഞാൻ എന്ന് കാരണത്താലാണ്. അപ്പോൾ തൻ്റെ ദുഃഖത്തിന് കാരണം വിശ്വാമിത്രനാണ് എന്നാണ് അവിടെ പറയണത്. അത് കേട്ട രാജാവ് പറയണു, നീ സ്വസ്ഥമായിട്ടിരിക്കെ, നിനക്ക് ഒരു ദുഃഖവും ഉണ്ടാവില്ല. തപസ്സിൽ മുഴുകിയിരിക്കുന്ന ഋഷിയെ ഞാൻ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊള്ളാം എന്ന് ആ സ്ത്രീ ആശ്വസിപ്പിച്ച രാജാവ് ഉടനെ വിശ്വാമിത്ര മഹർഷിയുടെ സന്നിധിയിൽ ആശ്രമത്തിലെത്തി താണു, തൊഴുതു, നമസ്കരിച്ചു. എന്നിട്ട് വിശ്വാമിത്രനോട് പറഞ്ഞു, അങ്ങ് ഘോരമായ തപസ് ചെയ്ത് എന്തിനാണ് ശരീരം ക്ലേശിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ തപസ് ചെയ്യണത്? അങ്ങയുടെ ആഗ്രഹം ഞാൻ എന്തായാലും സാധിച്ചു തരാം. അതുകൊണ്ട് ഈ തപസ് ഇവിടെ നിർത്തി എഴുന്നേൽക്കൂ. തപസ് ചെയ്തത് മതി. ലോകരെയെല്ലാം ഭയങ്കരമായി പീഡിപ്പിക്കും വിധത്തിലുള്ള ഘോരമായിട്ടുള്ള തപസ് ആരും ഒരിക്കലും എൻ്റെ രാജ്യത്ത് ചെയ്യരുത് എന്നൊക്കെ
വിശ്വാമിത്ര മുനിയെ വിലക്കിയിട്ട് രാജാവ് സ്വഗൃഹത്തിലേക്ക് പോയി. കോപം മനസ്സിലൊതുക്കിക്കൊണ്ട് വിശ്വാമിത്രനും യാത്രയായി. അദ്ദേഹം ആശ്രമത്തിലെത്തി. രാജാവ് അന്യായമായി തൻ്റെ തപസ് തടഞ്ഞതിനെപ്പറ്റി വസിഷ്ഠനോടുള്ള വാക്തർക്കത്തെപ്പറ്റിയും ആലോചിച്ചു. കോപം കൊണ്ട മനസ്സോടെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. മനസ്സ് പല വഴിക്കും ചിന്തിച്ചിട്ട് ഘോരരൂപിയായിട്ടുള്ള ഒരു അസുരനെ പന്നിയുടെ രൂപത്തിലാക്കി രാജാവിൻ്റെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. മൃത്യുവിന് തുല്യനായിട്ടുള്ള പന്നി അതിഭയങ്കരമായിട്ട് ശബ്ദിച്ചുകൊണ്ട് രാജാവിൻ്റെ ഉദ്യാനത്തിലെത്തി. ഉദ്യാനപാലകരെയൊക്കെ വിറപ്പിച്ചു. ആ ഉദ്യാനത്തിലുണ്ടായിരുന്നതായിട്ടുള്ള ചെടികൊടികൾ, പൂവുകൾ, വല്ലികൾ മുഴുവൻ നശിപ്പിച്ചു. ചെടികളൊക്കെ പിഴക്കിയിട്ടു. മരങ്ങളൊക്കെ തകർത്തു. അതേമാതിരി ചെമ്പകം, അശോകം മുതലായിട്ടുള്ള മരങ്ങളൊക്കെ ധാരാളം അദ്ദേഹത്തിൻ്റെ ഉദ്യാനത്തിലുണ്ടായിരുന്നതിനെയൊക്കെ ഈ സുഗരൻ്റെ രൂപത്തിൽ, പന്നിയുടെ രൂപത്തിൽ ചെന്ന ഈ അസുരൻ പുഴക്കി അതിനെയെല്ലാം നശിപ്പിച്ചു. ഉദ്യാനപാലകരൊക്കെ ആയുധം കയ്യിലെടുത്ത് ഓടി. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങി. അസ്ത്രങ്ങളെ കൊണ്ടൊക്കെ പ്രഹരിച്ചിട്ടും ഒരു കുലുക്കവും ആ അസുരനുണ്ടായില്ല. അവൻ തിരിച്ച് ഭടന്മാരെയെല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ ഭയപ്പെട്ടു. രക്ഷിക്കണേ എന്ന് അലമുറയിട്ടുകൊണ്ട് ഓടി രാജാവിൻ്റെ ഹരിശ്ചന്ദ്രൻ്റെ അടുത്ത് ഓടിയെത്തി. ഭയപ്പെട്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന അവരെ കണ്ട് രാജാവ് ചോദിച്ചു, എന്തിനാ നിങ്ങളിപ്പോൾ ഓടി വരുന്നത്? എന്ത് കണ്ടാ നിങ്ങൾ ഭയക്കണത്? എന്നെല്ലാം അവരുടെ ഭയത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചു. അവർ പറഞ്ഞു, ഒരൊറ്റ അമ്പുകൊണ്ട് ഞാൻ, ആ കാരണങ്ങളൊക്കെ അവർ പറഞ്ഞപ്പോൾ, ഒറ്റ അമ്പുകൊണ്ട് ഞാൻ ആ ഭാഗ്യം കെട്ട ശത്രുവിനെ കൊല്ലാം. ആ പാപി ഇനി ജീവനോടുകൂടി ഇരിക്കില്ല. അവനെ ഞാൻ കുരമ്പെയ്ത് വീഴ്ത്തി കൊന്നുകൊള്ളാം. അവൻ എവിടെയായിരിക്കണത്, എന്താണ് അവൻ്റെ രൂപം, എന്ത് ബലമാണ് അവനുള്ളത് എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞപ്പോഴാണ്, ദേവനോ ദൈത്യനോ യക്ഷനോ കിന്നരനോ ഒന്നുമല്ല അവൻ, ഒരു പന്നിയാണ്. ഭയങ്കര ആകാരത്തോടു കൂടിയവനാണവൻ. അവനിപ്പോൾ നമ്മുടെ ഉദ്യാനത്തിലാണ് ഇരിക്കുന്നത്. ഉദ്യാനത്തിനെയെല്ലാം നശിപ്പിച്ച്, ചെടികളെയെല്ലാം നശിപ്പിച്ച്, പൂക്കളെയെല്ലാം നശിപ്പിച്ച്, മരങ്ങളെയെല്ലാം പിഴുതെടുത്ത് എറിഞ്ഞുകൊണ്ട് അട്ടഹസിച്ചു കൊണ്ടിരിക്കണു. ഞങ്ങളൊക്കെ അവനെ ആവുന്ന വിധത്തിലൊക്കെ ആയുധം കൊണ്ട് എതിർക്കാൻ നോക്കിയെന്നെങ്കിലും ഞങ്ങളെക്കൊണ്ടൊന്നും സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഞങ്ങളെല്ലാം ഇതാ സ്വന്തം ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഇതാ ഓടി വന്നിരിക്കുകയാണ് എന്ന് ഹരിചന്ദ്രൻ ചോദിച്ച ചോദ്യങ്ങൾക്കായിട്ട് ഉത്തരമായിക്കൊണ്ട് അവരൊക്കെ പറഞ്ഞു. ഇങ്ങനെ അവർ പറഞ്ഞത് കേട്ട ഹരിചന്ദ്രൻ ക്രോധനായി വേഗം കുതിരപ്പുറത്ത് കയറി നേരെ ആ ഉപവനത്തിലേക്ക് പോയി. ചതുരംഗ പടയോടുകൂടിയാണ് അദ്ദേഹം പോയത്. അവിടെ ആ പന്നിയെ അദ്ദേഹം കണ്ടു. അവൻ ആ ഉപവനമൊക്കെ തകർത്തിരിക്കണു. കണ്ടപ്പോൾ ഹരിചന്ദ്രന് കോപം അധികമായി. ഉടൻ തന്നെ ആ പന്നിയെ കൊല്ലാൻ വേണ്ടി വില്ലിൽ അമ്പ് തൊടുത്ത് വലിച്ചുകൊണ്ട് ഒരുങ്ങി. വില്ലും പമ്പം ധരിച്ച് കോപാകുലനായി നിൽക്കുന്ന രാജാവിനെ കണ്ട പന്നി ഭയങ്കരമായിട്ട് അവൻ്റെ തെറ്റിയും ഇളക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരെ ചാടി വീണു. തൻ്റെ നേർക്ക് ചാടി വരുന്ന പന്നിയെ കണ്ടപ്പോൾ അവനെ കൊല്ലാനായി രാജാവ് അമ്പ് തൊടുത്തുവിട്ടു. ആ അമ്പ് കൊള്ളാതെ ഒഴിഞ്ഞുമാറി. ആ രാജാവിൻ്റെ അമ്പ് കൊള്ളാതെ കണ്ടിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമാറിക്കൊണ്ടൊക്കെയാണ് അവൻ ഓടിയത്. ഓടിപ്പോകുന്നവനെ കണ്ട കുപിതനായ രാജാവ്
വില്ലുകുലച്ച് വീണ്ടും അമ്പുകൾ തൊടുത്തു. അസുരനാണല്ലോ, ഒരു ക്ഷണം രാജാവിൻ്റെ ദൃഷ്ടിയിൽ വിടും, പിന്നെ അപ്രത്യക്ഷമാകും, പിന്നെ പലവിധ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. അങ്ങനെ അവൻ രാജാവിന് പിടികൊടുക്കാതെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പാഞ്ഞും ഒക്കെ ഓടിയൊക്കെ നടന്നു. അവനും ഹരിശ്ചന്ദ്രനുമായിട്ടുള്ള ആ യുദ്ധം നടക്കുകയാണ്. ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.